ഞാൻ മമ്മൂക്ക ഫാനാണ്. പക്ഷെ പടം ഞാൻ കാണാൻ വന്നാണ്. പക്ഷെ പേഴ്സണലായിട്ട് എന്റെ അഭിപ്രായമില്ല, പടം 10ൽ 10 ആണ്. ലാസ്റ്റ് സീനിൽ കരഞ്ഞിരിക്കും. ഞാൻ പടത്തിന് ഇതുപോലെ അഭിനയിച്ചിട്ട് അറിയത്തില്ല. അടിപ്പൻ പടം, ഒരു ലാഭമില്ലാതെ നല്ല അടിപ്പൻ. ഇതേപോലെ ഒരു സിനിമ ദൃശ്യത്തിന് ശേഷം നേരിന് ശേഷം ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. എമ്പുരാനേക്കാളും കിട്ടി. ഞെട്ടിച്ച് അടിപൊളി ഡയറക്ഷൻ രക്ഷയില്ല. ബിജിഎം അടിപൊളി അടിപൊളി. ഒരു ആവറേജ് ഫിലിമാണ്. ആവറേജാ, പ്രതീക്ഷിച്ച പോലെ എത്തില്ല. പോലത്തെ മൂവിയല്ല, അല്ല, ഒരു മെസ്സേജസ് ആണ്. പോലീസിനെ ശരിക്കും ഹരാസ് ചെയ്ത പടം ആണ്. കണ്ടതിൽ വെച്ച് ഏറ്റവും എമ്പുരാന് ശേഷം തരുൺമൂർത്തിയും കൊണ്ട് പുള്ളി അങ്ങോട്ട് പോണേ. പടം ഉണ്ടായിരുന്നു. അടിപൊളി. പടം ഉണ്ടായിരുന്നു. അടിപൊളി പടം. ഇങ്ങനെ ഒരു ലാലേട്ടനെ കാണാൻ വേണ്ടി ഇരുന്നത് കേട്ടാ. സാധാരണക്കാരന്റെ പടം ഇടുപടം. ഇത് ഞാൻ പറയാലോ, എമ്പുരാൻ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും എനിക്ക് വർക്കായില്ല. ബട്ട് ഇത് നമുക്ക് ട്രെയിലർ കണ്ടായതില്ലേ, അതേ അല്ല പടം. ഇത് വേറെ നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടനെ കണ്ടു. അത് കുറെ ഉണ്ട്. അത് പഴയ കുറെ സാധനം ഉണ്ട്. അത് ചിണ്ണനാണ്, കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സാധനം. ഇടുവാണ്. അടിപൊളി. എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് പൊളിച്ചു. എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? അടിപൊളി. പടം എങ്ങനെയുണ്ട് ബ്രോ? പേര് സിനിമ അടിപ്പൻ പടം, ഒരു ലാഭമില്ലാതെ നല്ല അടിപ്പൻ. ഇതേപോലെ ഒരു സിനിമ ദൃശ്യത്തിന് ശേഷം നേരിന് ശേഷം ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. സമ്മതിച്ചു പോയി, തരുൺമൂർത്തി സാറ് സമ്മതിച്ചു പോയി. ഇതൊക്കെയാണ് കാണേണ്ടത്. നമ്മൾ കാണാൻ കൊതിക്കുന്ന ലാലേട്ടനെ കിട്ടി. ലാലേട്ടന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല അടിപൊളി പടം. വേറെ ഒന്നും പറയാനില്ല. സന്തോഷം. പടം അടിപൊളി പടം. നമ്മ എമ്പുരാനൊക്കെ വളരെ പ്രതീക്ഷിച്ചു വന്ന പടമാണ്. ഇത് പ്രതീക്ഷിക്കാതെ നമുക്ക് ത്രില്ലിങ് സസ്പെൻസ് എല്ലാം വന്നൊരു പടമാണ്. ഒന്നും പറയല്ല. പടം വേറൊരു മൂടാണ് പടം. പക്കാ മൂഡ്. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറുതെ നമ്മൾ കണ്ണെടുക്കാതെ കാണും പടം. ആ സൈസ് മൂടാണ്. നമ്മള് കാണാൻ പ്രതീക്ഷിച്ച ഒരു ലാലേട്ടനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്ന ഇതില് ട്വിസ്റ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആണ് പടം. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പക്കാ ത്രില്ലിംഗ്. ലാലേട്ടന് 1-2 ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. എന്റെ പൊണ്ണി എണീച്ചത് കൈയടിച്ചു പോകും. രോമാഞ്ചം വന്നു. രോമാഞ്ചം വരുന്ന സീനൊക്കെ ഉണ്ട്. മറ്റേ പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ചുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഫൈറ്റ് സീനൊക്കെ എന്താ ഫൈറ്റ്. ആ പഴയ ലാലേട്ടൻ അങ്ങോട്ട് മുണ്ടും പിരിച്ച്. പിന്നെ ഡയലോഗ് പറയാനില്ല. മാസം 2-3 ഡയലോഗുകളൊക്കെ ഉണ്ട് കൈയടിക്കാൻ പറ്റിയ. ഇമോഷൻസ് എല്ലാം ഉണ്ട്. അടിപൊളി. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇല്ല പറയാം. പടം ഉണ്ടട്ടോ. ഞാൻ മമ്മൂക്ക ഫാനാണ്. പക്ഷെ പടം ഞാൻ കാണാൻ വന്നാണ്. പക്ഷെ പേഴ്സണലായിട്ട് എന്റെ അഭിപ്രായമില്ല, പടം 10ൽ 10 ആണ്. ലാസ്റ്റ് സീനിൽ കരഞ്ഞിരിക്കും. ഞാൻ പടത്തിന് ഇറക്കും. പടം എങ്ങനെയുണ്ട്? എടാ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ചേച്ചി പടം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ. പടം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കുറെ നാളായിട്ട് കാത്തിരുന്ന കണ്ട് മോഹൻലാൽ തകർത്ത്. തരുൺമൂർത്തി ഒരു പോസ്റ്റർ പോലും കൊടുക്കാതെ തകർത്തുകളെ. കാണാൻ പ്രതീക്ഷിച്ച ലാലേട്ടനെ കാണാൻ പറ്റി. കാണാൻ പ്രതീക്ഷിച്ച ലാലേട്ടൻ എമ്പുരാനേക്കാളും കിട്ടി. എമ്പുരാനേക്കാളും കിട്ടി. ഞെട്ടിച്ച്. ഇമോഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇമോഷൻ ശരിക്കും അവസാനമായി വരുമ്പോ നമ്മള് മാസിനേക്കാൾ ഉപരി നമ്മളെ സിനിമയായിട്ട് നല്ല രീതിക്ക് സിങ്ക് ആവും. ഇഷ്ടപ്പെടും, നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ലപോലെ ശരിക്കും കിട്ടി. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് ഓക്കെ, എല്ലാം ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇഷ്ടപ്പെട്ടു. ചേട്ടാ പടം എങ്ങനെയുണ്ട്? അതിന്റെ 3 മടങ്ങ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഒന്നുമല്ല. നമ്മള് കാണാൻ കൊതിച്ചൊരു ലാലേട്ടനെ കിട്ടി. ഓക്കെ. പടം ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പൊക്കി പറയുന്നു. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും സൂപ്പർ. അത്ര ഇതായിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നത്. അത്ര ഇതായി സൂപ്പറായി.
ഈ പടം കണ്ടിക്കണം, കാണണം, എല്ലാവരും കാണണം. അത്ര സൂപ്പർ. ഉഗ്രം പടം. ആ ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പഴയ മോഹൻലാലിനെ കാണാൻ പറ്റുമോ? പഴയ മോഹൻലാലിനെ കാണാൻ പറ്റും. സന്തോഷം. കഥയൊക്കെ ആണെങ്കിലും സ്റ്റോറിയൊക്കെ ആണെങ്കിലും വളരെ ദൃശ്യം മോഡലായിട്ട് വരുന്ന ശേഷം ആണ് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. ഇഷ്ടപ്പെട്ടു. ഓക്കെ. സാർ ഇതുപോലെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്റെ ചക്കരയാണ് ലാൽ സാർ. എന്റെ ചക്കരയാണ് ലാൽ സാറിന്. എന്തോരം പടം എന്തൊരു ആൾക്കാർ പൊട്ടിച്ചു. എന്റെ ലാൽ സാറിന് എന്തോരം പടങ്ങൾ എന്തോരം ആൾക്കാർ പൊട്ടിച്ചു. ഇതാണ് നായകൻ, ലോകത്തിന്റെ നായകൻ ലാൽ സാർ. സത്യമാണ്. അത്ര വീരീസായി. ലാൽ സാറാണ് നായകൻ, ലോകത്തിന്റെ നായകൻ ലാൽ സാർ. ലോകത്തിന്റെ നായകൻ ലാൽ സാർ. അത്ര